തിരുത്തൂർ ഗ്രാമത്തിൻ്റെ മെസ്സി എന്നറിയപ്പെടുന്ന അമർ രാജീവിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. നേപ്പാളിൽ പോയി ഫുട്ബോൾ കളിച്ചു, അതോടൊപ്പം തന്നെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, കപ്പടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അമർ രാജീവിനെ നമുക്ക് പരിചയപ്പെടാം. ഇൻഡോ നേപ്പാൾ മിനി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ക്യാപ്റ്റനായിരുന്നു. അതോടൊപ്പം തന്നെ 2 ഗോളടിച്ചു. ആ കപ്പ് അടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജീവ്, അദ്ദേഹം വളരെയധികം പ്രോത്സാഹനം കൊടുത്താണ് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ നമുക്ക് അമർ രാജീവിൻ്റെ വിശേഷങ്ങളൊന്ന് കേൾക്കാം. പറയൂ, അപ്പോൾ എങ്ങനെ ഫുട്ബോളിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇത്രയും ഇൻട്രസ്റ്റ് ഇതിനോട്? എനിക്ക് ഫുട്ബോളിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ചെറുതിലേ തൊട്ട് തന്നെ നമ്മൾ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേക ഒരു ഇഷ്ടമുണ്ട് ഫുട്ബോളിനോട് എപ്പോഴും. സ്കൂൾ ലെവലിലും കളിക്കാറുണ്ട്? സ്കൂൾ ലെവലിൽ ഞാൻ ആദ്യം ഈ തിരുത്തൂര് പഠിച്ചിരുന്നപ്പോൾ ഫുട്ബോളൊന്നും അത്രക്ക് ഇതുണ്ടായില്ല. പിന്നെ ഞാൻ അക്കാദമിയിലൂടെയാണ് ഇപ്പം പറവൂര് DDS ആ അക്കാദമിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചാൻസ് കിട്ടിയേക്കണം. ഇപ്പോൾ ശരിക്ക് ഇപ്പോൾ ഏത് ടീമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്? DDS പറവൂർ തന്നെ. അവിടെ നിന്നാണ് സെലക്ഷൻ കിട്ടിയത്? അവിടുത്തെ ടീം അവിടുത്തെ ഇങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൂടി ടീമിനെ മിക്സ് ചെയ്തിട്ട്, കേരളത്തിൽ നിന്ന് മിക്സ് ചെയ്തിട്ടുള്ളൊരു ടീമായിരുന്നല്ലേ? അപ്പോൾ അവിടെ പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയും കാര്യങ്ങളൊക്കെ? കുഴപ്പമുണ്ടായില്ല, അടിപൊളിയായിരുന്നു. അവിടുത്തെ ഗ്രൗണ്ട് കളിക്കാൻ നമുക്ക് എങ്ങനെ സപ്പോർട്ടായിരുന്നു? ഇൻഡോർ ആയിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ആൾക്കാരായിട്ടുള്ള എക്സ്പീരിയൻസ്? ഏതൊക്കെ ടീമായിട്ട് കളിച്ചോടെ? അവിടെ നമ്മൾ കളിച്ച ഒഡീഷ, രാജസ്ഥാൻ. അത് രണ്ടും ജയിച്ചു? അത് ജയിച്ചിട്ടാണ് നമ്മൾ ഫൈനലിൽ കൂടി കളിച്ചിട്ട് പിന്നെ ഫൈനലിലെത്തിയത്. ഫൈനലിൽ ആരായിട്ടാണ് കളിച്ചത്? ഫൈനലിൽ നേപ്പാളായിട്ട് നേപ്പാളിൻ്റെ ഒരു സംസ്ഥാനം. ഓക്കെ. അവരായിട്ട് കളിച്ചു. നമ്മൾ 2 ഗോൾ, എത്ര? 3 ഗോൾ. 3-1 ഓക്കെ. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ഇത് സംസ്ഥാനത്തിൻ്റെ ടീമിലേക്ക് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് അതൊരു നാഴികക്കല്ലായിരിക്കും. താങ്കൾക്ക് ഇനി എവിടെയെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമ്മളുടെ ശരിക്കും സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരുപാട് ഫുട്ബോൾ താരങ്ങളൊക്കെ വളർന്നു വന്നത് ഇങ്ങനെ ചെറിയ ലെവലിൽ കൂടെയാണ്. നമ്മുടെ IM വിജയനടക്കം വളർന്നു വന്നത് ചെറിയ എന്താ പറയുന്നത്, തൃശ്ശൂർ ഒരു ചെറിയ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന ആളാണ് IM വിജയൻ. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കണേ. ബൈച്ചങ് ബുട്ടിയ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമലായിട്ട് കളിച്ച് വളർന്ന ആൾക്കാരാണ്. ഇപ്പോൾ അവരൊക്കെ വലിയൊരു നിലയിലെത്തി. അപ്പോൾ അതേപോലെ തന്നെ താങ്കളുടെ പരിശ്രമം ഇനിയും മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പോൾ പരിശ്രമം മുടക്കാതിരിക്കുക, സ്ഥിരമായിട്ട് കളിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതെ. ആരാണ് പ്രചോദനം? അച്ഛൻ ഫുൾ ടൈം സപ്പോർട്ടാണ്. ചെറുതിലെ തൊട്ട് കളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല കാര്യം. പിന്നെ ഇനി അടുത്ത നെക്സ്റ്റ് അംബീഷൻ എന്താണ്? തുടർന്ന് കൊണ്ടുപോകണം, എന്തെങ്കിലും ടീമിലേക്കൊക്കെ വന്ന് വളരണം എന്നുള്ള ആഗ്രഹമാണ് അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണല്ലേ? ഡെയിലി പ്രാക്ടീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ? പിന്നെ ഇപ്പോൾ 10ാം ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠനത്തിലും ശ്രദ്ധ. ഓക്കെ. അപ്പോൾ ഇത് അമറിൻ്റെ അച്ഛൻ രാജീവാണ്. രാജീവ് ഭയങ്കര സപ്പോർട്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ രാജീവിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് മകൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലും കാര്യങ്ങളിലൊക്കെ? ഭയങ്കര സന്തോഷമുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് നേടാൻ പറ്റാത്തൊരു സംഭവം ഇപ്പോൾ ഇതിലൂടെ നമുക്ക് കൈവരിച്ചിട്ടുണ്ട്. അതിനുള്ള സപ്പോർട്ടും എന്തായാലും ഞാൻ ചെയ്തു കൊടുക്കും. നമ്മളൊരാളെന്ന് വെച്ചിട്ട്. അതെ. അപ്പോൾ അത് നല്ല കാര്യം. മക്കൾക്ക് ഇങ്ങനെ പല വാസനകളും ഉള്ളത് വളർത്താൻ പലപ്പോഴും നമ്മുടെ കാരണന്മാർ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ മുന്നോട്ട് അവൻ്റെ വിജയങ്ങളിൽ താങ്കളുടെ പേരും എഴുതപ്പെടട്ടെ. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.